ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും ജോലിക്കൊക്കെ അപ്ലൈ ചെയ്ത് തുടങ്ങിയിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യണം കേട്ടോ. ന്യൂസിലൻഡിലേക്കുള്ള അവസരങ്ങളെല്ലാം ഒരു സ്റ്റോപ്പായ രീതിയിലാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ അവസരങ്ങളുള്ളത് ഓസ്ട്രേലിയയിലാണ്. അപ്പോൾ ആ ഓസ്ട്രേലിയയിലെ അവസരങ്ങൾ തീരുന്നതിന് മുന്നേ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോഴേ തന്നെ ഇത് പറയുന്നത് കേട്ടോ. നമുക്ക് ഏതെങ്കിലും ഒരു കാര്യം നേടിയെടുക്കാനുണ്ടെങ്കിൽ അതെപ്പോഴും നമ്മുടെ മനസ്സിൽ വേണം. അത് മനസ്സിൽ എപ്പോഴും വിചാരിച്ചാൽ മാത്രമേ നമുക്ക് ആ കാര്യം സാധിച്ചെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. നമ്മുടെ മനസ്സാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തന്നെ നമ്മുടെ കാര്യങ്ങളെല്ലാം നേടിയെടുക്കാൻ സാധിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുക. അതിലൂടെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ ചെയ്യുന്നത് കുറച്ച് കമൻസിനുള്ള മറുപടി ആയിട്ടാണ്. അതായത് നല്ല വിദ്യാഭ്യാസമുള്ളവർ, നല്ല ജോലി എക്സ്പീരിയൻസ് ഉള്ളവർ പോലും ഒരു ഏജൻസിയുടെ പേര് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചുകൊണ്ട് കമൻ്റ് ഇടുകയുണ്ടായി. ഞാനിവിടെ പറയുന്നത് നമുക്ക് ഒരു ഏജൻസി വഴിയും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ജോബ് ഓഫർ കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അത് ഇമിഗ്രേഷൻ്റെ ഹോം അഫയേഴ്സിൻ്റെ സൈറ്റ് വഴി നമുക്കതിന് അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ പല ഏജൻറ്റുമാരും ഇത്ര ലക്ഷം രൂപ കൊടുത്താൽ നിങ്ങൾക്ക് ജോലി തരാമെന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ സമീപിക്കാം. ഇതൊക്കെയും ഫേക്കാണ് കേട്ടോ. ഗൾഫിലൊക്കെ പോകുന്ന ആളുകൾ, ഇപ്പോൾ ചില ഏജൻറ്റുമാരുണ്ട്, അവർ 100 ഡ്രൈവേഴ്സിനെ ആവശ്യമുണ്ട്, അതുപോലെ 100 ഫിറ്റേഴ്സിനെ ആവശ്യമുണ്ട്, 100 സെയിൽസ്മാനെ ആവശ്യമുണ്ടെന്നൊക്കെ പറഞ്ഞ് പരസ്യം ഇടുന്നത് നമുക്കിവിടെ കാണാം. ഈ നാട്ടിലെ ജനങ്ങൾ ജോലി ചെയ്യുന്നില്ല. അപ്പോൾ അവരെ മറ്റു രാജ്യങ്ങളിൽ നിന്നും ആളുകളെ അങ്ങോട്ട് ഹയർ ചെയ്ത് ഫിസിക്കലി ഫിറ്റായിട്ടുള്ള ജോബുകളൊക്കെ ചെയ്യാനായിട്ട് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കുന്നതായിട്ട് കാണാം. പക്ഷെ ഇവിടെ അങ്ങനത്തെ ഒരു സിസ്റ്റം ഇല്ല കേട്ടോ. ന്യൂസിലൻഡിലെ കിവികൾ എന്ത് ജോലിയും ചെയ്യാനായിട്ട് അവർ തയ്യാറാണ്. ഇവിടുത്തെ ഒരു സ്കൂൾ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ആ സ്കൂൾ കാലഘട്ടത്തിനുള്ളിൽ തന്നെ കുറേ ജോലികളെ കുറിച്ച് അവർ പഠിച്ചു കഴിഞ്ഞിരിക്കും. ഒരു 7th ആകുമ്പോഴേക്കും അവരെ ബേക്കിംഗ് പഠിപ്പിക്കുന്നു, ഒരു വീടുണ്ടാക്കാൻ പഠിപ്പിക്കുന്നു. അങ്ങനെ പല തരത്തിൽ അവർക്ക് ഇവിടെ ജോലികളെ കുറിച്ചുള്ള അവയർനെസ് ഇവിടെ കൊടുക്കുന്നുണ്ട്. അവരെപ്പോഴും ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറായിട്ടുള്ളവരായിരിക്കും. പഠിക്കുന്ന സമയത്ത് തന്നെ കുട്ടികൾ പാർട്ട് ടൈമായിട്ട് ക്ലീനിങ്, സെയിൽസ് ഇങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്ത് അവനവന് ആവശ്യമുള്ള പണം ഉണ്ടാക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാം. നമ്മുടെ നാട്ടിലെ പോലെ എന്ത് ജോലിയും ചെയ്യാനായിട്ട് ഒരു ഈഗോ പ്രശ്നമൊന്നും ഇവിടെ ഇല്ല. ഇവിടെയുള്ളവർ ഏത് ജോലിയും ചെയ്യാൻ തയ്യാറാണ്. റോഡ് പണിക്ക് പോലും അവര് ഇവിടെ പോകുന്നത് കാണാം. എല്ലാ ജോലികൾക്കും ഇവിടെ അതിൻ്റെതായിട്ടുള്ള ഡിഗ്നിറ്റി ഉണ്ട്. ആരും ആരെയും താഴ്ത്തി പറയുന്നില്ല. താഴേക്കിടയിലുള്ള ജോലി ചെയ്യുന്നവർക്ക് കൂടുതൽ റെസ്പെക്ട് കൊടുക്കുന്നത് കാണാൻ സാധിക്കും. കാരണം അവരില്ലെങ്കിൽ നമുക്ക് ആ ജോലികളെല്ലാം ചെയ്യാതെ ഇവിടെ കിടക്കില്ലേ. അപ്പോൾ എന്ത് ജോലിയും ചെയ്യാനായിട്ട് മടിയില്ലാത്ത ആളുകളാണ് ഇതുപോലുള്ള വികസിത രാജ്യങ്ങളിലെ എല്ലാ രാജ്യങ്ങളിലെയും, ന്യൂസിലൻഡിലെയും ഓസ്ട്രേലിയയിലെയും കാനഡയിലെയും US ആളുകൾ. കാർ വാഷ് ചെയ്യാനായിട്ട് ഒരു ദിവസം ചെന്നപ്പോൾ അവിടെ ഇവിടുത്തെ മിനിസ്റ്ററുടെ മോനാണ് കാർ വാഷ് ചെയ്യാനായിട്ട് സർവീസിങ്ങിന് അവിടെ നിൽക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇവരുടെ സ്കൂൾ ഏജിൽ അവർക്ക് പോക്കറ്റ് മണി വേണമെങ്കിൽ അവർ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് ചോദിക്കുന്നില്ല. അവർ സ്വയം ജോലി ചെയ്താണ് ആ പണം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആളുകളാണ് ഇവിടെയുള്ളത്. ഒരു 13th ഏജ് വരെയാണ് ഇവിടുത്തെ സ്കൂൾ വിദ്യാഭ്യാസം. ഹൈസ്കൂൾ കഴിയുമ്പോൾ തന്നെ അതിലൊരു വലിയൊരു വിഭാഗം കുട്ടികൾ അവരുടെ പഠനം അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് അവർ ഇതുപോലുള്ള ജോലികളിലേക്ക് കടക്കുന്നു. അവർ പാർട്ട് ടൈമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ജോലി ചിലപ്പോൾ അവർക്ക് അവിടെ പെർമനൻ്റ് ആയിട്ട് കിട്ടാം. അതായത് സെയിൽസിലോ അവരെന്ത് ജോലിയും ചെയ്യും. ക്ലീനേഴ്സായിട്ട്, സെയിൽസിൽ, അതുപോലെ ഊബർ ഓടിക്കുന്നവരുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള ആളുകളെ നമുക്കിവിടെ കാണാം. അപ്പോൾ കുട്ടികൾ എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറായതുകൊണ്ട് ഇവിടെ ജോലിക്കാരെ അങ്ങനെ ആവശ്യമായിട്ട് വരുന്നില്ല. അപ്പോൾ ഈ 13th ഏജ് കഴിഞ്ഞ യൂണിവേഴ്സിറ്റി ലെവലിലേക്ക് പോകുമ്പോഴേക്കും പല കുട്ടികളും അവരുടെ പഠനം അവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. അതുകൊണ്ടാണ് സ്കിൽഡായിട്ടുള്ള ലേബറേഴ്സിനെ പുറമേയുള്ള രാജ്യങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കാനായിട്ട് കാരണം. ഇവിടെ 100 ഡ്രൈവർമാരെ ആവശ്യമുണ്ട്, 100 ക്ലീനേഴ്സിനെ ആവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരു ഏജൻസിയെയും ഗവൺമെൻറ് ഇവിടെ റിക്രൂട്ട് ചെയ്യാനായിട്ട് ഏൽപ്പിച്ചിട്ടില്ല. അവർക്കൂടെ ഒരു പ്രോസസ്സ് ഉണ്ട്. ഒരു എംപ്ലോയർക്ക് തൊഴിലവസരങ്ങളുണ്ടെങ്കിൽ അവർ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അതോടെ അഡ്വർടൈസ് ചെയ്യണം. അഡ്വർടൈസ് ചെയ്തിട്ട് അതിന് ഇത്ര ദിവസങ്ങളുണ്ടാവും. അത് ക്ലോസ് ചെയ്യുന്ന ആ ഡേറ്റിൽ അവരത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ചെറിയൊരു ലിസ്റ്റ് ഉണ്ടാക്കും. ആ ലിസ്റ്റിൽ നിന്ന് അവർ കുറച്ച് ആളുകളെ തിരഞ്ഞെടുത്തിട്ട് അവർക്ക് ഇൻ്റർവ്യൂ കൊടുത്ത് അതിന് ശേഷം മാത്രമാണ് ഇവിടെ റിക്രൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുപോലുള്ളൊരു റിക്രൂട്ട്മെൻ്റ് ആണ് ഇവിടെയുള്ളത്.
നമ്മളിവിടെ ഒരു ഏജന്റിന്റെ പുറകെ പോവുകയാണെന്ന് വിചാരിക്കുക, വളരെ എക്സ്പെൻസീവ് ആണ്. ഇനി നിങ്ങൾക്ക് അത്യാവശ്യം ചില കാര്യങ്ങൾ ചിലപ്പോൾ ഏജൻസിന്റെ സഹായത്തോടുകൂടി ചെയ്യേണ്ടതായിട്ട് വരും. ഉദാഹരണമായിട്ട് ഇപ്പോൾ നോമിനേറ്റഡ് വിസ എടുക്കുന്നതിനുള്ള PR വിസ എടുക്കുന്നതിനുള്ള സൗകര്യത്തിന് വേണ്ടിയുള്ള സർട്ടിഫിക്കേഷൻ വേണ്ടി വരും ചിലപ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് മാറയിലെ രജിസ്റ്റേർഡ് ഏജൻസിനെ സമീപിക്കാം. അവർക്ക് വലിയ ചിലവൊന്നും വരില്ല. അതേ സമയത്ത് ഈ ഏജന്റുമാരെ വെച്ചുകൊണ്ട് പലരും ഏജൻസിയിലൂടെ നടത്തുന്നുണ്ട്. ആ ഏജൻസികളിലാണ് ഈ 8 ലക്ഷം രൂപയൊക്കെ ചിലവ് കൂടെ വരുന്നത്. ശരിക്കും ഗവൺമെന്റിന്റെ സൈറ്റിൽ പറയുന്നതാണ് ശരി. എന്ത് ന്യൂസ് ഉണ്ടെങ്കിലും നമുക്ക് ഹോം അഫയേഴ്സിന്റെ സൈറ്റിൽ നിന്ന് നമുക്കിവിടെ അറിയാൻ സാധിക്കും. ഹോം അഫയേഴ്സ് ഓസ്ട്രേലിയ, ഇമിഗ്രേഷൻ ന്യൂസിലൻഡ്, ഈ സൈറ്റുകളൊക്കെ എടുത്തു നോക്കിയാൽ യഥാർത്ഥത്തിലുള്ള മാറ്റങ്ങൾ എന്തൊക്കെ വന്നു എന്ന് നമുക്കിവിടെ അറിയാൻ സാധിക്കും. അല്ലാതെ ഒരു ഏജന്റും പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുകയേ വേണ്ട. അവര് നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം മുഴുവൻ വാങ്ങിച്ചെടുക്കും. പിന്നെ മറ്റൊരു കാര്യം, ഒരു ഏജൻസിയെ നിങ്ങൾ സമീപിക്കുമ്പോൾ അവർ ചോദിക്കുന്ന പണത്തിന്റെ വലിയൊരു ഭാഗം അവരുടെ കയ്യിലായി പോകരുത്. അങ്ങനെ ആയി പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്ന് നിങ്ങൾക്ക് മറ്റൊരു ഏജൻസിയെ സമീപിക്കേണ്ടി വന്നാൽ നിങ്ങളുടെ ഡോക്യുമെന്റ്സ് എല്ലാം ആദ്യത്തെ ഏജൻസിയുടെ കയ്യിലാവും. അത് തിരിച്ചു തരാനായിട്ട് അവർക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും പണം അവരെ മുഴുവനായിട്ട് ഏൽപ്പിക്കാതിരിക്കുക. ഒരു ഏജൻസി വഴിയുമല്ല ന്യൂസിലൻഡിലും ഓസ്ട്രേലിയയിലും റിക്രൂട്ട് ചെയ്യുന്നത്. ഇവിടെ അതിൻ്റെതായിട്ടുള്ള വഴികളുണ്ട്. അവര് നേരെ പോകുന്നുള്ളൊരു ആൾക്കാരാണ്. ഇന്ത്യയിലെ പോലെ കറപ്ഷനൊന്നും ഇവിടെയില്ല. അതായത് പിൻവാതിലൂടെയുള്ള നിയമങ്ങളൊന്നും തന്നെ ഇവിടെ നടക്കുന്നില്ല എന്ന് കാണാം നമുക്ക്. നേരിട്ടുള്ള നിയമങ്ങൾ മാത്രമാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഏജൻസി പറയുന്നത് ഒന്നും വിശ്വസിച്ച് അവർക്ക് പണം ആരും കൊടുക്കരുത്. നിങ്ങൾക്ക് ഒരു വിസ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഹോം അഫയേഴ്സിന്റെ സൈറ്റിൽ പോയിട്ട് നേരിട്ട് അതിൽ പറയുന്ന ഡയറക്ഷൻ അനുസരിച്ച് ചെയ്താൽ നിങ്ങൾക്ക് ആ വിസ എടുക്കാൻ സാധിക്കും. അത്യാവശ്യം ചില സർട്ടിഫിക്കറ്റ്സ് ഒക്കെ വേണമെങ്കിൽ മാത്രം മാരയിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഏജൻസിയെ നിങ്ങൾക്ക് സമീപിക്കാം. അവര് കൂടുതൽ പണം നിങ്ങളുടെ കയ്യിൽ നിന്നും ഈടാക്കില്ല. അല്ലാത്ത ഏജൻസികളെ സമീപിച്ചാൽ ഒരുപക്ഷെ നിങ്ങൾ അവിടെ പെട്ടുപോയെന്ന് വരും. അതുകൊണ്ട് ദയവ് ചെയ്ത് ഏജൻസിയിൽ വഴി എടുക്കുന്ന ആ സിസ്റ്റം ഉപേക്ഷിക്കുക. നോമിനേറ്റഡ് വിസയ്ക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ഏകദേശം ഒരു 65 പോയിന്റ്സ് വേണം. ഈ പോയിന്റ്സ് കിട്ടുന്നത് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനിൽ നിന്നും അതുപോലെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫഷൻസിയിൽ നിന്നൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഡിഗ്രി വർദ്ധിപ്പിച്ച് നിങ്ങൾ പോയിന്റ് കൂട്ടാനുള്ള ശ്രമം ആരംഭിക്കുക. പിന്നെ നിങ്ങളുടെ പാർട്ട്നേഴ്സിന്റെ ക്വാളിഫിക്കേഷൻ കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ അതിനും പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ അതെല്ലാം ഇൻക്രീസ് ചെയ്ത് നിങ്ങളുടെ പോയിന്റ് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ നേരിട്ട് ഹോം അഫയേഴ്സിന്റെ സൈറ്റ് എടുത്ത് അതിൽ പറയുന്ന ഡയറക്ഷൻ അനുസരിച്ച് നിങ്ങൾ അപ്ലൈ ചെയ്യുക എന്നതാണ് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്ന രീതി. അല്പം വിദ്യാഭ്യാസമുള്ളവർക്കൊക്കെ ഇതുകൂടെ ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ജോലിയിലെ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളവരല്ലേ. അപ്പൊ ആ എക്സ്പീരിയൻസ് ഒക്കെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കാനുള്ള കഴിവില്ലേ. പിന്നെ എന്തിനാണ് വെറുതെ ഇവരുടെയൊക്കെ കയ്യിൽ ചെന്ന് പെടുന്നത്. പിന്നെ വേറൊരു കാര്യം, ഒരു കമന്റിലൂടെ പറഞ്ഞു, BSc നഴ്സിംഗ് പാസ്സായി കഴിഞ്ഞു, പക്ഷെ ലാംഗ്വേജ് ഇല്ലാത്തതുകൊണ്ട് ICUയിൽ കിടന്ന് ബുദ്ധിമുട്ടാണെന്ന്. ലാംഗ്വേജ് പഠിക്കാൻ എന്താ ഇത്ര ബുദ്ധിമുട്ട്? നിങ്ങൾ അടിസ്ഥാനപരമായിട്ടുള്ള ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ട് ഇത്തരം രാജ്യങ്ങളിലേക്ക് പോന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പീക്കിങ്ങിലൂടെ അത് മറ്റുള്ളവരുമായിട്ടുള്ള ഇന്ററാക്ഷനിലൂടെ നിങ്ങൾക്ക് അത് നേടിയെടുക്കാനായിട്ട് സാധിക്കും. ആരും ഇംഗ്ലീഷ് ഒന്നും പഠിച്ചിട്ടല്ല അങ്ങോട്ട് വരുന്നത്. കുറച്ച് കഴിയുമ്പോൾ അവർ നല്ല സ്പീക്കേഴ്സ് ആയിട്ട് മാറും. ജപ്പാനിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ആളുകളില്ലേ, അവർക്ക് എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, ഇംഗ്ലീഷ് സംസാരിക്കും നന്നായിട്ട്, പക്ഷെ എഴുതാൻ അറിയില്ല. അത് കേട്ട് പഠിക്കുന്നതാണ്, നന്നായിട്ട് സംസാരിക്കും. എഴുതാൻ അറിയാഞ്ഞിട്ട് ഇപ്പോൾ ഒരു ഇംഗ്ലീഷ് ക്ലാസ്സിൽ പോയിട്ട് സ്പെല്ലിംഗ് ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതാണ്, ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. ഇപ്പോൾ യൂട്യൂബിൽ തന്നെ ഒരുപാട് കോഴ്സുകളുണ്ട്. ഗ്രാമർ പഠിച്ചാലേ ഇംഗ്ലീഷ് സംസാരിക്കാവൂന്നില്ല. കുറെ സെന്റൻസുകൾ പഠിക്കുക. നിങ്ങൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സെന്റൻസുകൾ പഠിച്ചെടുത്താൽ അതെങ്ങനെ ഏത് അവസരത്തിൽ ഉപയോഗിക്കാം എന്നുള്ളത് നിങ്ങൾ താനേ പഠിച്ചോളും. അപ്പൊ അതുകൊണ്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇല്ല എന്ന് വെച്ചാൽ ആരും ഇതിനു വേണ്ടി ശ്രമിക്കാതിരിക്കണ്ട. നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാവുന്നതാണ് അത്. നാട്ടിലെ രാഷ്ട്രീയക്കാരുടെ കറപ്ഷൻ പോലെ ഇവിടെ കറപ്ഷൻ ഇല്ല. ഇവിടുത്തെ മിനിസ്റ്റേഴ്സിനൊക്കെ ചെറിയൊരു അലവൻസ് മാത്രമേ ഉള്ളൂ. അവർ സ്വയം ജോലി ചെയ്താണ് അവരുടെ ചെലവുകളൊക്കെ ഇവിടെ നടത്തുന്നത്. അതുപോലെ തന്നെ അവർ അവരുടെ കാറിൽ സഞ്ചരിക്കുന്നു, അവർക്ക് സെക്യൂരിറ്റി ഇല്ല, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ആ പിൻവാതിലൂടെ ഒരു നിയമനവും നമുക്കിവിടെ നടത്താനായിട്ട് സാധിക്കില്ല. ജോലി ആവശ്യമുള്ളവര് സീക്ക്, ഇൻഡീഡ്, ലിങ്ക്ഡിൻ,
ജോറ ഇതുപോലുള്ള സൈറ്റുകളിലൊക്കെ ചെന്നിട്ട് ജോലിക്ക് അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് ഒരു ജോബ് ഓഫർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഹോം അഫയേഴ്സിൻ്റെ സൈറ്റ് എടുത്തിട്ട് അതിലൂടെ വിസയ്ക്ക് അപ്ലൈ ചെയ്യുക. വളരെ കുറച്ച് ചിലവിൽ നിങ്ങൾക്ക് വിസ നേടിയെടുക്കാനായിട്ട് സാധിക്കും. ആദ്യം ജോബ് ഓഫർ കിട്ടിയിട്ട് വേണ്ടേ വിസ കിട്ടാനായിട്ട്. അപ്പം അതുകൊണ്ട് എല്ലാവരും ജോലിക്ക് അപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കുക. ഒരു ജോലിക്ക് അപ്ലൈ ചെയ്ത് അത് കിട്ടിയില്ല എന്ന് വെച്ചിട്ട് അടുത്തതിന് അപ്ലൈ ചെയ്യാതിരിക്കരുത്. 100 200 ജോലികൾ അപ്ലൈ ചെയ്യുമ്പോഴായിരിക്കും നിങ്ങളുടെ ഊഴം വരുന്നത്. നിങ്ങൾക്ക് കാത്തുവെച്ച ഒരു ജോലി ഉണ്ടാവില്ലേ, ആ ജോലി നിങ്ങളുടെ കയ്യിലെത്തുന്നത് ആ സമയത്തായിരിക്കും. അപ്പോൾ അതുവരെ നിങ്ങൾ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുക. യാതൊരു കുറ്റവുമില്ലാത്ത നല്ലൊരു CV ഉണ്ടാക്കുക, ഒരു കവർ ലെറ്റർ ഉണ്ടാക്കുക. അത് ആരെക്കൊണ്ടെങ്കിലും ഡബിൾ ചെക്ക് ചെയ്യിച്ച് അതിലെ തെറ്റുകളൊക്കെ തിരുത്തുക. എന്നിട്ട് ഓരോ ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോഴും ആ കമ്പനിയുടെ നെയിമും ഡേറ്റ് ഇതെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് അതിൽ തിരുത്തുക ഓരോ പ്രാവശ്യവും. എന്നിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. അത് ശരിയാണോ എന്ന് 2 3 പ്രാവശ്യം നിങ്ങൾ പരിശോധിക്കുക, എന്നിട്ട് അപ്ലൈ ചെയ്യുക. അപ്പോൾ ജോലി അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടിയിരിക്കും. അതിനുശേഷമാണ് വിസയ്ക്ക് വേണ്ടി നോക്കുന്നത്. അപ്പം നോക്കാൻ നമുക്ക് ഏതെങ്കിലും ഏജൻസി ഉണ്ടോ എന്നൊക്കെ അപ്പോൾ ആലോചിക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. ഏജൻസികൾക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും ഈ കാര്യങ്ങളൊക്കെ ചെയ്തു തരാൻ. പക്ഷേ അത് ഏതാണ് ജെനുവിൻ ഏജൻസി എന്ന് പറയുക എന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഏജൻസിയുടെ പുറകെ ആരും പോകാതിരിക്കുക, എല്ലാം സ്വയം ചെയ്യാനായിട്ട് നോക്കുക നിങ്ങൾ. അപ്പോൾ വേഗം പോയി എല്ലാവരും ജോലിക്കൊക്കെ അപ്ലൈ ചെയ്തു കേട്ടോ. CV കവർ ലെറ്ററൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ എല്ലാവരും. അപ്പോൾ സീക്കിൽ ഇൻഡീഡിൽ പ്രധാനമായിട്ടും ലിങ്ക്ഡിൻ, ഇൻഡീഡ് ഇത് രണ്ടിലുമാണ് ഈ സ്പോൺസേർഡ് ജോബ്സ് ഒക്കെ വരുന്നത്. അല്ലെങ്കിൽ ഗൂഗിളിൽ നിങ്ങൾ സ്പോൺസേർഡ് ജോബ്സ് ഓസ്ട്രേലിയ എന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ ഇൻഡീഡ്, ജോറ ഇതിൻ്റെയൊക്കെ പേജുകൾ കാണാൻ സാധിക്കും. എല്ലാ ജോലിയുടെ കൂടെയും സ്പോൺസർഷിപ്പ് അവൈലബിൾ എന്ന് കാണാം നമുക്കിവിടെ. പിന്നെ ഇതുപോലുള്ള രാജ്യങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും. കാരണം ഇവിടെ നിന്നൊരു ഹൗസ് കണ്ടുപിടിച്ചിട്ടാണ് നിങ്ങൾ അങ്ങോട്ട് പോകുന്നത്. ഫാമിലി സഹിതമൊക്കെ മാറുന്ന ആളുകൾ ചിലപ്പോൾ അവിടെ ചെന്നിട്ട് മറ്റൊരു ഫാമിലിയുടെ കൂടെ ആയിരിക്കും താമസിക്കാൻ പോകുന്നത്. അപ്പോൾ കുറേ നാൾ അവർ ഈ 2 കുടുംബങ്ങൾ ഒരു വീട്ടിൽ താമസിക്കുന്ന ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം വീട്ടിലേക്ക് മാറാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ അവിടെ ജോലി സ്ഥലത്തൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരുടെ കൂടെയൊക്കെ നിങ്ങൾക്ക് താമസിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതൊക്കെ കുറച്ച് നാളത്തേക്കുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമാണെന്ന് വിചാരിക്കുക. അതൊക്കെ സഹിക്കാൻ തയ്യാറായിട്ട് വേണം പോകാനായിട്ട്. നാട്ടിൽ വളരെ ലാവിഷായിട്ട് കഴിയുന്ന ആൾക്കാർ പെട്ടെന്ന് ഇവിടേക്ക് വന്നിട്ട് ലാവിഷായിട്ട് കഴിയാമെന്ന് വിചാരിച്ച് ഇങ്ങോട്ട് വരരുത്. ഇവിടുത്തെ വീടുകളൊക്കെ വളരെ ചെറുതാണ്, പരിമിതമായിട്ടുള്ള സൗകര്യങ്ങളേ ഉള്ളൂ. അതുപോലെ തന്നെ ചിലവ് വളരെ കൂടുതലുമാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ മൈൻഡിൽ വെച്ചിട്ട് വേണം ഇത്തരത്തിലുള്ള രാജ്യങ്ങളിലേക്ക് ചേക്കേറാനായിട്ട് തീരുമാനിക്കാൻ. അപ്പോൾ എല്ലാവർക്കും നല്ല ജോലിയൊക്കെ കിട്ടി ഇത്തരം രാജ്യങ്ങളിൽ ചെന്ന് സെറ്റിൽ ചെയ്ത് സന്തോഷത്തോടുകൂടി ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ കൺക്ലൂഡ് ചെയ്യുന്നു. ഇനിയും നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണുന്നവരെ see you. Bye.